ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു അടിപൊളി ബോക്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഉണ്ടാക്കുക. പിന്നെ എനിക്ക് ഇതുകൂടാതെ വേറൊരു ചാനലുണ്ട്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നെയ്ക്കാസ് വേൾഡ് എന്നാണ് പേര്. ഇപ്പോൾ സെർച്ചിങ്ങിൽ വരുന്നില്ല, തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. പറ്റാവുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 2 ബോക്സായിട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ബോക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ബോക്സ് 1ൻ്റെയും അതുപോലെ ബോക്സ് 2ൻ്റെയും പിന്നെ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയും സൈസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോം ബോർഡാണ്. അപ്പോൾ ഫോം ബോർഡിന് ഒരു ഷീറ്റിന് 150 റുപ്പീസാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ബോർഡ് ഒട്ടിച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ ഫെവിക്വിക്ക് എന്നുള്ള ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെഗുലർ വ്യൂസ് ഓർ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. നവംബർ 5 വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എനിക്ക് സിസ് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അവൾ ഈ വീഡിയോ ചെയ്യുന്നതൊന്നും ഞാൻ അറിയില്ല. അപ്പോൾ നോർമൽ എൻ്റെ ഫോണിൽ നിന്നാണ് എടുക്കൽ വീഡിയോ. അപ്പോൾ ഇത് അവളുടെ ഫോണിൽ നിന്ന് എടുത്തതുകൊണ്ട് ക്ലാരിറ്റി ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇട്ടിട്ട് ഒരു 1/2 ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ സ്പേസ് വരുന്നത്. പക്ഷെ നിങ്ങളത് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു ബോക്സ് വെച്ചിട്ടൊന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് മാത്രം ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾ ഈ ഒരു പറഞ്ഞൊരു സൈസിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ഒരു ബോക്സാണ്. എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഒരു ക്ലാസി ബോക്സ് ആ ഒരു ടൈപ്പിലാണല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലാസി ബോക്സ് ഇത് വേറൊരു മെത്തേഡിൽ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഉണ്ട് കേട്ടോ. ശരിക്കും എനിക്കത് ഫസ്റ്റ് തന്നിട്ട് അമ്മനെ ഞാൻ ഫുൾ സർപ്രൈസ് ആയിട്ടുണ്ട്. ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇത് ജസ്റ്റ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് റിബൺ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ കണ്ടല്ലോ, ഇത്ര ചെയ്താൽ തന്നെ നമുക്കൊരു അടിപൊളി 2 ലെയർ ആയിട്ടുള്ള ബോക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്വന്തം ഐഡിയയിൽ നിന്നാണ്. പക്ഷേ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ കണ്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഫ്രെയിമും ജസ്റ്റ് ഒരു ഫോം ബോർഡ് വെച്ച് ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഇൻഷാല്ല വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ മറ്റേ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.